Don't mind my hair. മുടി വെട്ടിക്കഴിഞ്ഞാണ് ഞാൻ എപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നത്. ഷോർട്ട് ആക്കി എനിക്ക് കെട്ടി വെക്കാൻ പറ്റില്ല. ഗായ്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണ്? താൽ കിച്ചൺ. അതും നമ്മുടെ ഓഫീസിന്റെ അവിടെയല്ലേ. ഞങ്ങള് ആക്ച്വലി അച്ചു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു, ആനിവേഴ്സറി സ്പെഷ്യൽ. അത് കഴിഞ്ഞ് ഓടിച്ച് ഇപ്പൊ കാക്കനാട് ഓഫീസിന്റെ അവിടെ ഞാൻ ആദ്യമായിട്ട് എടുത്ത താല് തന്നെ. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ബിഗ് ആൻഡ് പ്രിറ്റി നൈസ്. റോഹൻ ഒരു മൊറക്കൻ ഷവായ, മൊറോക്കൻ ഷവായ. ഞാൻ ഷവായ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പൊ റോഹൻ എപ്പോഴും പറയായിരുന്നു. സോ ലെറ്റ്സ് സീ. എന്താ സംഭവം കാണണമല്ലോ. പൊറോട്ട നിങ്ങളെടുത്തോ? ഇത് ക്രീമി ചിക്കൻ പോലെ ഇല്ലേ? കഴിച്ചിറങ്ങി. അടിപൊളി ഫുഡായിരുന്നു. ഓ മൈ ഗോഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഷവായ കഴിച്ചിട്ടുണ്ട് ലുലുന്നല്ല എന്തോ, പക്ഷെ അല്ലാതെ കടയിൽ പോയി കഴിച്ചിട്ടില്ല. ഇത് പക്ഷെ ഷവായ നെക്സ്റ്റ് ലെവൽ. അതിന്റെ പൊക്കത്ത് എന്തോ ക്രീമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു തന്തൂരി സോസിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് സ്വീറ്റ്. അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ഇതിലെ വന്നെയാണെങ്കിൽ ഡു ട്രൈ. ഇപ്പൊ റോഹൻ നമ്മളൊരു കാട്ടിൽ കൂടിയൊക്കെ ഇൻഫോ പാർക്കിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുക. റോഹൻ ഇവിടെ റബ്ബർ തോട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എപ്പോഴും ഇതില് വന്നിട്ടുണ്ട്, പക്ഷെ ഓ മൈ ഗോഡ്, ഇൻഫോ പാർക്ക് ഒരു കാടിന്റെ ഉള്ളിലാണ്. ഓ ഇത് റോഡാല്ലേ? ഓക്കെ 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 ഓക്കെ. ഏതൊരു മലയൊക്കെ അതേ റബ്ബർ തോട്ടം ഗായ്സ്. ഓ കാണുന്നുണ്ടോ നിങ്ങക്ക്? ഓ ഇറ്റ്സ് റബ്ബർ. എന്ത് വലിയതാണ് ഇത്. നമ്മൾ ആക്ച്വലി ഇപ്പൊ മലയുടെ കുന്നിന്റെ പൊക്കത്ത് നിന്നല്ലേ പോണത്. റോഡൊക്കെ താഴെയാ. ഇവിടേക്ക് എന്തിരട്ടെ. ആക്ച്വലി ഇൻഫോ പാർക്കിൽ ഞാൻ സൺഡേ ഒട്ടും തിരക്കില്ലട്ടാ. വീക്ക് ഡേയ്സ് ആണെങ്കിൽ വരാനേ പറ്റാത്ത തിരക്കാ. പക്ഷെ ഇപ്പോഴൊക്കെ തിരക്ക് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ്. വീക്കെൻഡ്സ് ഫോർട്ട് കൊച്ചിയിലാണ് കൊടുക്കുന്നത് തിരക്ക്. അതുകൊണ്ട് നമ്മള് എപ്പോഴും പുറത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്നത്. എത്തി ഗൈസ്. ഓ ഞാൻ ഉദ്ദേശിച്ച വഴി ഇതുമല്ല, കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയിട്ട് ഒരു മലയെന്ന് ഇങ്ങനെ ഇറങ്ങി വരില്ലേ, അതപ്പുറത്തല്ലേ. നമ്മൾ യെസ് ഗൈസ്, നമ്മളിപ്പോ ഒരു മാംഗോ ഷേക്ക്, ഒരു ഫേമസ് മാംഗോ ഷേക്ക് ആണ് അടുത്ത റോഹൻ നമുക്ക് മേടിച്ചു തരാൻ പോണത്. വി ആർ മാച്ചിങ് ടുഡേ. ബാക്കിൽ അച്ചുണ്ട്. അച്ചുവാണ് നമ്മളുടെ ഫോട്ടോഗ്രാഫർ എന്നത്. അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. ലാസ്റ്റ് ഇയറും അച്ചും അല്ലനും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അടിപൊളി പിക്സ് അവരെടുത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രാവശ്യം നിർബന്ധം സെയിം സാധനമൊക്കെ ഈ വർഷം വേണം. നമ്മളപ്പോ ഇങ്ങനെ ഓരോ വഴികളിലൂടെ പോണെയാണ്. ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നല്ലാതെ എനിക്ക് ഇവിടുത്തെ ഒരു വഴി അറിയില്ല. റോഹൻ പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഒരു എക്സ്പേർട്ട് ആണ്. ഇവിടെയാണ് നമ്മൾ വരുന്നത്. പഴവും പാനിയുമാ. ഈ
മാംഗോ ഷേക്ക് കുടിക്കാനാണ് നമ്മൾ വന്നത്. ലുക്ക് അറ്റ് ദിസ് കൺഫെറ്റി കേക്ക് പോലെ ഇല്ലേ, എന്താണ് നല്ല രസമുണ്ട്. ഇനി നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങളുടെ റിയാക്ഷൻ അന്ന് എൻ്റെ റിയാക്ഷൻ എടുക്കും. എന്തായാലും മാംഗോ ഷേക്ക് നമുക്ക് റേറ്റ് ചെയ്യാം. കണ്ടിട്ട് ഭയങ്കര അടിപൊളി, നല്ല തിക്കൻ ഹണി. എത്ര രൂപ? 70 റുപ്പീസിന് അടിപൊളി. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്യട്ടെ. അടിപൊളി. എന്നാ അച്ഛനോട് നമ്മൾ അച്ഛന് എന്തായാലും ഇവിടം വരെ വന്നാണ് ഞങ്ങളുടെ ഓഫീസ് ഇവിടെ കാണിച്ചു കൊടുക്കാന്ന് വെച്ചു. ശരിക്കും ആക്ച്വലി പോലീസ് നിൽക്കണല്ലോ കേട്ടോ, വേണ്ട റിസ്ക് എടുക്കണ്ടേ. ഈ കാണുന്ന ഇതാണ് എന്റെ ഓഫീസ്. ഈ കാണുന്ന ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓഫ്കോഴ്സ് ഇതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ഈ സ്ട്രാഡയാണ് ഞാനിവിടെ, പക്ഷെ ഞങ്ങൾ കാണാറില്ല, അതാണ് സത്യം. സോറി ഗൈസ്, അത്യാവശ്യം ശബ്ദമൊന്നുമില്ല, സോ ഐ ഡോണ്ട് വാണ്ട് ടു റേസ് മൈ വോയിസ്. വി ഹാവ് ആക്ച്വലി കം ടു സംവെയർ. നമ്മൾ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പവിലിയൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്, നമ്മളിവിടെ ആക്ച്വലി ഇവിടുത്തെ ബാങ്ക്വറ്റ് ഹാളിൽ വന്നിട്ടുണ്ട് കസിൻസിൻ്റെ പരിപാടിക്ക്. അവിടുന്ന് ഫുഡ് ട്രൈ ചെയ്തപ്പോൾ അന്ന് അടിപൊളി ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ തൂക്കുംപടി വന്നപ്പോൾ നമുക്ക് വേറെ എവിടെയും റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിച്ചു അന്ന് ഇവിടെ കയറി നോക്കാം, നമുക്ക് പ്രൈസും കാര്യങ്ങളും എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഓണസ്റ്റ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രൈസ്, കാരണം ഇത് അത്യാവശ്യം ഒരു 3 സ്റ്റാർ അല്ലേ. ഫോർ ദാറ്റ് നല്ല പ്രൈസ്, ആ ഒരു ഇതിന് നല്ല പ്രൈസ്. കാരണം നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ അറിയാലോ, ഫോർട്ട് പാരഗണിലൊക്കെ ഒടുക്കത്തെ കത്തിയാണ്, അതിനനുസരിച്ചുള്ള ഫുഡും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇവിടുത്തെ ഫുഡ് നമ്മൾ കഴിച്ചില്ല. പക്ഷേ എനിക്ക് ഓണസ്റ്റ്ലി പ്രൈസ് ഉണ്ടെങ്കിലും ഫുഡ് അടിപൊളി ഫുഡാണ്. പക്ഷെ ഫോർട്ട് പാരഗൺ പ്രൈസ് മാത്രമേ ഉള്ളൂ, പാരഗണിൻ്റെ ആ ഒരു വാല്യൂ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു അവിടെ പോകുമ്പോൾ അല്ലേ. സാധാരണ നമ്മുടെ ലുലുത്തൊക്കെ പാരഗൺ അടിപൊളിയല്ലേ. നാളെ പോകാം. കഴിച്ചിട്ടില്ലേ? പാരഗണിൽ പോകണമെങ്കിൽ ബിരിയാണി ട്രൈ ചെയ്യണം. വേറെ ഒന്നും എനിക്ക് എത്ര നാളെ പോകും, നാളെ വീട്ടിലേക്ക് പോകാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അബ്ബാസ് പവിലിയൻ, നമ്മുടെ ചുള്ളിക്കലുള്ള. ആൻഡ് ആക്ച്വലി ലൈക്ക് നമ്മൾ ആക്ച്വലി ക്ലോസ് ചെയ്യണതിന് 6 മിനിറ്റ് മുന്നേ കയറി. അപ്പോൾ ഞാൻ ചേട്ടന്മാരോട് ചോദിച്ചു, അവർ പറഞ്ഞു ഓർഡർ ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പാവങ്ങൾ. ഓർഡർ എടുക്കില്ല, ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കും. ഫുഡ് വെറുതെ ഒരു രക്ഷയില്ല, ഞാൻ കൈവച്ച് തന്നെ കഴിച്ചു. കാരണം പപ്പടമുണ്ട്, പിന്നെ റൈത്ത ഇസ് ദെയർ, ആൻഡ് ഓഫ് കോഴ്സ് ഗീ റൈസ്. കൈവച്ച് കഴിക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് ഒരിക്കലും നമുക്ക് ഫോക്ക് ആൻഡ് നൈഫ് അല്ലെങ്കിൽ ഫോക്ക് ആൻഡ് സ്പൂൺ. സോ ഗുഡ് അല്ലേ? ബേബിയുടെ അഭിപ്രായം നമുക്കിപ്പോൾ ചോദിക്കാം. ഐ ആം ലിറ്ററലി ലവിങ് ഇറ്റ്. എല്ലാം പെർഫെക്റ്റ്. ഞാൻ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കസിൻസിൻ്റെ ഒരു റീയൂണിയൻ പോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ നടത്തിയിട്ടുണ്ട്, റോഹിൻ്റെ കസിൻസ്, ഓൾസോ മൈൻ. അപ്പോൾ നമ്മൾ അന്ന് ഇവിടുത്തെ ബട്ടർ ചിക്കനും ഗീ റൈസും തന്നു. ഐ വാസ് ലൈക്ക് വാവ്, ഇറ്റ്സ് സോ നൈസ്. സോ ഇവിടെ ഭംഗിയാണെങ്കിൽ ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇറ്റ്സ് ലിറ്ററലി സോ ഗുഡ്. ബട്ടർ ചിക്കൻ ഇസ് ലൈക്ക് 350 റുപ്പീസ്, ബട്ട് വർത്ത് എവറിബഡി. കാരണം കുറേ പീസസ് ഉണ്ടായിരുന്നു അല്ലേ, കുറേ പീസസും കുറേ ഗ്രേവി ഉണ്ടായിരുന്നു. ഗീ റൈസിൻ്റെ ഒപ്പം ഒരു പപ്പടം തന്നു, റായ്ത്ത സാലഡ് തന്നു, ലൈക്ക് സോ മച്ച് ക്വാണ്ടിറ്റി തേക്കും അല്ലേ. സോ ഗുഡ്, സോ ഗുഡ്. എനിക്ക് റേറ്റ് ഓക്കെ ആയിട്ട് തോന്നിയ വെരി നൈസ്, പ്രൈസ് വെരി ഗുഡ്. ഗൈസ്
Even the naan tastes so good, Allah. Very nice. Honey. Sorry. How was the food? Oh my god, this is looking so nice. I did. So cute, right? So let's begin. And the favorite kind of dessert is always caramel custard. How's it? കണ്ടറിയാം അടിപൊളിയാണ്. Spilled. Oh, it just melted in my mouth. അടിപൊളിയല്ലേ? അടിപൊളി. എനിക്ക് എപ്പോഴെങ്കിലും ഇത് ഉണ്ടാക്കാൻ പഠിക്കണം. എല്ലാവരും പറയേണ്ടത് ഈസിയാണ്. ഒന്ന് ഉണ്ടാക്കി തരുമോ? Oh my god, this is so yum. ഈ പ്രൈസിന് ഭയങ്കര കൊത്തല്ലേ? 125 സംതിങ് ഉള്ളൂ. ഫോർട്ട് പാരഗണില് സത്യം പറഞ്ഞാൽ പാരഗണറ്റ് ലുലുവിൽ റേറ്റ് കുറവാണ്. പക്ഷെ ഫോർട്ട് കൊച്ചിയിലുള്ള പാരഗണിൽ എക്സാക്ട്ലി ഡബിൾ ദ പ്രൈസാണ്. ബേർത്താണെങ്കിൽ ഓക്കെ, ഡബിൾ ദ പ്രൈസ്. ചിലപ്പോൾ അവർക്ക് റെൻറ്റിൻ്റെ ആയിരിക്കും. കൊച്ചിൻ ക്ലബിൻ്റെ ഉള്ളിലാണ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പ്ലേസ്. വെറുതെ ശരിയാ, വെറുതെ കയറി അവർ ഓടിക്കും. മെമ്പർഷിപ്പ് വേണ്ടി നമ്മൾ ഏറിയിട്ടൊക്കെ ഉണ്ട്. 10 lakhs 15 lakhs കൊടുത്തിട്ട് വേണം മെമ്പർഷിപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. മെമ്പർഷിപ്പിന് ഭയങ്കര തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. Lots of love to all of you, my cuties. Bye bye.